ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. அந்த ஒரு நன்றி உண்டு. ഇപ്പോഴും சொல்றேன், എലിസബത്ത് ഒരു ഗോൾഡാണ്. അവൾ നന്നായിരിക്കും. ആക്ടർ ബാല കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്റെ പുറകെ ഓൺലൈൻ മീഡിയക്കാരൊന്നും വരരുതേ, എന്റെ പുതിയ ഭാര്യയും എന്നെയും വെറുതെ വിടണേ എന്നൊക്കെ ഇദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. പിന്നെ എന്തിനാണ് അണ്ണ വീണ്ടും ഒരു ഓൺലൈൻ ചാനലിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് നിങ്ങൾ നിങ്ങളുടെ കഥ പറയാൻ നിൽക്കുന്നത്? ഇനിയിപ്പോ ഈ ഒരു ഓൺലൈൻ മീഡിയ നിങ്ങളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് ഒരു ഇന്റർവ്യൂ തരണം എന്ന് പറഞ്ഞതാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ, എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ പൊക്കോളൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പറയാം. ഇനി അതല്ല എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇനി ഓൺലൈൻ ചാനൽസിന് ഇന്റർവ്യൂ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിരുന്ന് ഈ അവരാധിക്കാൻ നിൽക്കുന്നത്? നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ ഇനിയിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇനിയിപ്പം എന്താണെങ്കിലും ഒരു വർഷത്തേക്കാണെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ, ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെടാതെ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ മോളെ പറ്റിയും നിങ്ങളുടെ പഴയ ഭാര്യയെ പറ്റിയും ഒക്കെ ചോദ്യങ്ങൾ വരും. അത് അവർക്ക് ഒരു ടൈപ്പ് ഓഫ് നെഗറ്റിവിറ്റി കൊടുക്കുന്നത് പോലെയാണ്. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യാൻ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്? അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് ഞാൻ നോട്ട് ചെയ്തു, ഈ ഇന്റർവ്യൂവർ ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യയായിട്ടുള്ള അമൃതയുടെ പേര് വരെ പറയുന്നത് ഞാൻ കേട്ടു. പിന്നെ ബാലചേട്ടൻ അതിനെ സംബന്ധിച്ചൊന്നും സംസാരിക്കാൻ നിന്നില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടു കളഞ്ഞു. അത് നല്ല കാര്യം ചേട്ടാ. പക്ഷെ എങ്കിൽ പോലും എന്തിനാണ് ഓൺലൈൻ മീഡിയയിലെ ആ ഒരു ഇന്റർവ്യൂവർ ചേട്ടനോടാണ് എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്? വീണ്ടും അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കാനോ? വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് അത്. എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കാണാം. ബാലയെക്കുറിച്ച് ഉള്ള ഒരു കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചി വിട്ടു എന്നുള്ളതാണ്. അതൊരു വൈകാരികമായ കുറിപ്പോട് കൂടിയാണ് അത് പറഞ്ഞത്. എന്തുകൊണ്ടാണ് കൊച്ചി വിട്ടതെന്ന് ആൾക്കാർക്ക് അറിയില്ല. വിഷമം. എന്താണ് ഇതിനു വേണ്ടി വിഷമം? എന്താന്ന് വെച്ചാല് നമ്മൾ ചെയ്യുന്ന സിനിമ അഭിനയിക്കും. അവർ സിനിമ നടൻ തമിഴ്നാട്ടിൽ വരുന്നു. പക്ഷെ നിങ്ങൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു പോയി. ഇതാ സത്യം. അത്ര വേണ്ടാമായിരുന്നു. കണക്കെടുത്ത് നോക്കിയപ്പോ இந்த ഭൂമിക്ക് വേണ്ടി എത്ര ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അന്യനായിപ്പോയി. പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയാൻ പാടില്ലാതെ പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അന്യനായിപ്പോയി. താങ്ങാൻ പറ്റിയില്ല. പേടിച്ചിട്ടല്ല, സ്നേഹം കൊണ്ടാണ്. എനിക്കത് ഇന്നും മനസ്സിൽ നിൽക്കുന്നു. ഞാൻ ആരാന്ന് എനിക്കറിയാം, കൃത്യമായിട്ട് എനിക്കറിയാം. കണക്കെടുക്കാൻ പാടില്ല. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോ ഞാൻ ഇത്രയും നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ കൊച്ചി വേണ്ടാണ് ഞാൻ തീരുമാനിച്ചു. എന്തിനാണ് ചേട്ടാ ഞങ്ങളെ ഇങ്ങനെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുന്നത്? ചേട്ടാ ഞങ്ങളെ ഇത്രയൊന്നും സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ അടുത്ത ചേട്ടന്റെ പടമൊന്നും ഇറങ്ങിയിട്ടില്ല. എനിക്ക് എന്റെ ഒരു അറിവിൽ ലൂസിഫർ എങ്ങാണ്ടല്ലേ ലാസ്റ്റ് ചേട്ടൻ ഒന്ന് അഭിനയിച്ചൊരു പടം. അതുകൊണ്ട് തന്നെ മലയാളികൾ ചേട്ടനെ സ്ഥിരം അങ്ങനെ കാണുന്നൊന്നുമില്ല സിനിമയിലൂടെ. ചേട്ടനെ ഞങ്ങൾ കാണുന്നത് ചേട്ടന് ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ചേട്ടൻ മുൻ ഭാര്യയെ പറ്റി മകളെ പറ്റിയൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് അവരാധിക്കുന്നത് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. നമുക്കത് വലിയ താല്പര്യമൊന്നുമില്ല ചേട്ടാ. പിന്നെ ചേട്ടനി വന്ന് അവരാധിക്കുമ്പം ഞങ്ങളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കണ്ടന്റ് ആവും, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ആർക്കും ഇവിടെ വലിയ താല്പര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഈ കഥകൾ കേൾക്കാനായിട്ട്. ഞങ്ങൾ കുറെ കേട്ടു, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നിന്നു. പക്ഷെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സൈഡും കൂടെ ഉണ്ടല്ലോ എല്ലാ ഒരു കാര്യത്തിനും. അത് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ, ഈ ഒരു ക്ലിപ്പിൽ തന്നെ ഇയാൾ പറയുന്നുണ്ട് ഇയാൾ ചെയ്ത കാര്യങ്ങളെ പറ്റി. ഇതിൽ മാത്രമൊന്നുമല്ല, ഇനിയും വരുമ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ഞാൻ 1-2 പോർഷൻസിൽ വെക്കുന്നുണ്ടത്. ഇയാൾ ചെയ്ത കാര്യങ്ങൾ ഇയാൾ വന്നിരുന്ന് അങ്ങ് കഥ പറയും. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. പക്ഷെ ചെയ്തതിനെ പറ്റി വന്നിരുന്ന് ഈ കഥ പറയേണ്ട കാര്യമില്ല. അത് ഏറ്റവും ചീപ്പായിട്ടുള്ളൊരു പരിപാടിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ പേര് വരെ എടുത്തു വെച്ച് പറയുക എന്ന് പറയുന്നത് വളരെ മോശം പരിപാടിയാണ്. എൻ്റെ പൊന്നു ബാലച്ചേട്ടാ, ഇങ്ങനെ കൂടെയുള്ള ആളുകൾക്ക് പറ്റുമെങ്കിൽ ഇയാൾക്ക് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇയാൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണിത്. ചെയ്തു കൊടുത്തിട്ട് അത് വന്നിരുന്ന് ഞാൻ ചെയ്തു കൊടുത്തു, ഇന്ന ആൾക്ക് അത് ചെയ്തു കൊടുത്തു എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് അത് ബാലച്ചേട്ടനോട് മാത്രമല്ല എല്ലാവരോടുമായിട്ട് ഞാനങ്ങ് പറയുക, ഒരു പരിധി കൂടുതൽ ആരെ അങ്ങോട്ട് സ്നേഹിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് തിരിച്ചു കുത്തായിട്ട് തന്നെ വരത്തുള്ളൂ. പിന്നെ ഇങ്ങേരുടെ കാര്യത്തിൽ ഇങ്ങേര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിളിച്ച് കൂവുന്നുണ്ട്. സ്നേഹിക്കുന്നവരെ തന്നെ ഇദ്ദേഹം
പല ഇന്റർവ്യൂകളിലും കൂടെ ഇരുന്ന് വന്നിരുന്ന് ഒരു ഉപദ്രവം അവർക്ക് ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും തന്നെ എല്ലാവരും വിട്ടിട്ട് പോകുന്നതെന്നാണെന്ന് എന്റെ പൊന്നു ചേട്ടാ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ബാക്കിയും കൂടെ കാണും നിങ്ങൾ. എലിസബത്തെ കുറിച്ച് സംസാരിക്കും. അല്ല, അത് ലീഗലി കഴിഞ്ഞല്ലേ? ഇല്ല, ലീഗലി എലിസബത്ത് കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ധർമ്മമല്ല. ഒരുപാട് അപവാദ പ്രചാരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനായിരുന്നു നിങ്ങൾ വേറെ പിരിഞ്ഞു നിന്ന് ചുമ്മാ ഓരോരുത്തരും ഓരോ കഥകൾ ഉണ്ടാക്കുന്നത്? ആ കഥകൾക്ക് ഒന്നൊരു അവസാനം ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. പറയില്ല, വളരെ ചോയ്സാണ്, ഞാൻ ചോദിക്കില്ല. ഇല്ല, നമുക്ക് ജീവിതത്തിലെ ചില ധർമ്മങ്ങൾ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എലിസബത്ത് നല്ലായിരിക്കണം. എനിക്ക് ലിവർ കൊടുത്തത് ജേക്കബ് ജോസഫ്. எனக்கு ஒப்பிட்டது என் சித்தப்பா தான், വേറെ ആരുമില്ല. സോ നിങ്ങളായിട്ട് ഒരു കഥ ഉണ്ടാക്കേണ്ട. ഓക്കെ, പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ എനിക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ത ഒരു നന്ദി ഉണ്ട്. ഇപ്പോഴും சொல்றேன், എലിസബത്ത് ഒരു ഗോൾഡാണ്. അവൾ നന്നായിരിക്കും. വളരെ നല്ലൊരു മറുപടിയാണ് ബാലചേട്ടൻ അതിന് കൊടുത്തത്. നല്ല കാര്യം. ഡോക്ടർ എലിസബത്തിനെ പറ്റിയൊന്നും ഇനി അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആൻഡ് അവരെ പറ്റി പുള്ളി പറയുന്നത് പോലും അവരൊരു ഗോൾഡ് ആണ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് അവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ നല്ലൊരു ക്യാരക്ടറാണ് അവരുടെ എന്നാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ സാധിച്ചത്. അവരുടെ വീഡിയോ ഒക്കെ കാണുന്നതും അവർ ഇതുവരെ ആയിട്ടും ഒരിടത്ത് പോലും വന്നിരുന്ന് ഡയറക്റ്റ് ആയിട്ട് ബാല എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ഒന്നും അവരെങ്ങും പറഞ്ഞിട്ടില്ല. ഇത് നല്ലൊരു സ്വഭാവ ഗുണം തന്നെയാണ് അവരുടെ. അതുപോലെ തന്നെ ചേട്ടൻ തിരിച്ചിപ്പോൾ അവരോടാ ചെയ്യുന്നതും വളരെ നല്ല കാര്യം. പിന്നെ ഇന്റർവ്യൂ എടുത്ത ചേട്ടനോടാണ്, എൻ്റെ പൊന്നു ചേട്ടാ, ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് വല്ല കൊണസ്റ്റ് ഒരു മറുപടി പുള്ളിയുടെ ഭാഗത്തുനിന്ന് വീണ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിനും നല്ല ഗുണമായിരിക്കും. അതുകൊണ്ടാണ് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നോക്കരുത് കേട്ടോ ചേട്ടാ. ഞാൻ ആദ്യമേ തന്നെ അങ്ങ് പറയുകയാണ്. ബാക്കിയും കൂടി ഒന്ന് കാണും. കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ. ആ കൊച്ചിയിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു കോയിലിനോട് തീരുമാനമായിരുന്നത്, വേണ്ട അവിടെ താമസിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? இல்ல, அங்க மாமா அரெஸ்ட் ஆனப்போ எனக்கு ரொம்ப கஷ்டமா இருந்தது. ஏன்னா காலையில அவர் என்ன தப்பு பண்ணாருன்னு சொல்லிட்டு 5 மணிக்கெல்லாம் இது பண்ணாங்கன்னு எனக்கு தெரியல. காலையில இருந்து அன்னைக்கு ஃபுல்லா நான் சாப்பிடல, எதுவும் பண்ணல. அன்னைக்கு ஃபுல்லா ஒரே இதுவா இருந்தேன் நான். அப்புறம் மாமா வந்த அப்புறம் தான் எனக்கு ஓகேவா இருந்தது. அது ஏன் அப்படின்னு எனக்கு தெரியல. இல்ல நான் ரேப் பண்ணிட்டேனா? அதுதான், என்னது கொலை பண்ணாரா இல்ல என்ன பண்ண, ஏன் அப்படி டெரரிஸ்டா நானு? உங்களுக்குலாம் அவர் ஹெல்த் இது எனக்கு தான் தெரியும், எவ்வளவு மெடிசன் சாப்பிடணும், என்ன பண்ணணும் அப்படின்ட்டு. ஸோ எனக்கு அன்னைக்கு எதுவுமே எனக்கு தெரியல. ஃபோன் இல்லை, எதுவும் இல்லை. சாப்பிட்டாரா, என்ன மெடிசன் போட்டாரா, எதுவும் எனக்கு தெரியல. மாமா வந்த அப்புறம் தான் நானே அன்னைக்கு நைட்டு தான் நாங்க 2 பேருமே சாப்பிட்டோம். அது வரைக்கும் நாங்க சாப்பிடவே இல்லை. இல்ல, இன்ன வரைக்கும் பிசிக்கல் ஆயிட்டு எனக்கு பிரச்சனைகள் அந்த இன்சிடென்ட் இல்லைன்னு சொல்ல முடியாது. பட் இப்போ சொல்றேன், நான் പോലീസോ നിയമത്തെയോ ഒരു കുറ്റം പറയില്ല, ഒന്നും പറയില്ല. 5 മണിங்கிறது കാരണം ഇമ്യൂണോ സപ്രഷൻ ടാബ്ലറ്റാണ് ഞാൻ കഴിക്കുന്നത്. എൻ ബ്രെയിനുക്ക് മനസ്സിലാവാൻ പാടില്ല പുതിയ ലിവർ വെച്ച്. അപ്പോൾ ഞാൻ ഉറങ്ങണം, രാവിലെ മരുന്ന് കഴിക്കും. സോ 5 മണിക്കല്ല കൊണ്ടുപോകും. അത് സാർ എല്ലാവരും നന്നായിരിക്കും. தூக்கம் வர்றதே ரொம்ப லேட்டு, கஷ்டப்பட்டுதான் மாமா தூங்குவாரு. அந்த தூங்குறதுலயும் இவ்வளவு டிஸ்டர்ப் ஆச்சுன்னா, ஏன்னா வீட்டுல ஆள் வந்துட்டே இருப்பாங்க சகாயம் ചോദിച്ചിട്ട്. எவ்வளவு அந்த நாள் மார்னிங் எத்தனை மணிக்கு அந்த டே அன்னைக்கு கூட ஏதோ ஸ்கூல் ஃபீஸ் கட்டுறதுக்காக காலையில யாரோ உங்க பேர் யாரோ சுனில் அவருக்கு கூட வந்து அன்னைக்கு செக் கொடுத்துட்டு தான் போனாரு அன்னைக்கு கூட. ഈ ചെയ്യുന്നതിനോട് മാത്രമാണ് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. അതായത് ഇദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേര് വരെ എടുത്ത് ഇദ്ദേഹം ഇങ്ങനെ ഓൺലൈൻ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്നത്, അവർക്ക് ഞാൻ അത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് എനിക്ക് ഒരു രീതിയിലും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ എന്തിന് 10 പേരെ അറിയിക്കുന്നു? പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഓൺലൈൻ ചാനൽ. ഈയിടയ്ക്ക് ഞാൻ വേറൊരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ ആയിരുന്നു. ഏതൊരു കാല് വയ്യാത്ത ചേട്ടന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. നല്ല കാര്യങ്ങളാണ്, പക്ഷെ എങ്കിൽ പോലും ഈ ഓൺലൈൻ ഈ ഇന്റർവ്യൂകളിലൊക്കെ വന്നിരുന്നത് അത് പറയേണ്ട ഒരു കാര്യവുമില്ല എൻ്റെ ബാലച്ചേട്ടാ. നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ അക്കൗണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവഴി ഒരുപാട് ആളുകൾ കണ്ട് ഇതുപോലുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇന്റർവ്യൂകളിൽ വന്നിരുന്ന് ഈ കഥ പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ എനിക്കൊരു സംശയം, അതായത് ചിലപ്പം ഞാനത് തിരക്കിയില്ല കേട്ടോ, എൻ്റെ മിസ്റ്റേക്കാണ്. അതായത് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരുന്നോ ബാലച്ചേട്ടനെ പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്തത്?
എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്റെ ഓർമ്മ പിഴവാണ്. അങ്ങനെ ആണെങ്കിൽ അത് ഓക്കെ. അല്ലെങ്കിൽ അതിനു മുമ്പ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്തും കോകില പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നോ വീട്ടിൽ? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, ഞാൻ സംസാരിക്കുന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു സംശയമാണ്, കല്യാണം കഴിഞ്ഞിട്ടാണോ ആ അറസ്റ്റ് നടന്നതെന്നുള്ളൊരു സംശയം. എന്താണെങ്കിലും ആ ഒരു സമയത്തായിരുന്നെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറയായിരുന്നു. ഇപ്പൊ ഇത്രയുമായി ഞാനും ആ ഒരു ടോപ്പിക്കൊക്കെ വിട്ടു പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ അതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ല. പുള്ളിയുടെ കല്യാണവും പുള്ളിയുടെ അതിൻ്റെ ഒന്നും നമുക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ അതിനകത്തോട്ടൊരു പരിധി കൂടുതൽ വരുന്നില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഏതൊരു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണം കഴിയാതിരിക്കുന്ന സമയത്താണെങ്കിലും രാവിലെ 5 മണിക്കൊക്കെ വന്ന്, ഞാനും ഇവിടുത്തെ നിയമത്തെയോ പോലീസുകാരോ ചോദ്യം ചെയ്യുന്നല്ല, എങ്കിൽ പോലും ആ ഒരു ടൈമിലൊക്കെ വന്ന് പുള്ളിയെ കൂട്ടിക്കൊണ്ട് പോവുക എന്ന് പറയുന്നവരോട് ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സമയത്തൊക്കെ പുള്ളിയെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയെ ആ ഒരു സമയത്ത് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നതിനോട് എനിക്കും യോജിക്കാൻ പറ്റുന്നില്ല. പകല് ഒരു 9 മണി 10 മണി ഒരു 7 മണി പുള്ളിയുടെ ഒരു ഉറക്കം കഴിഞ്ഞ് പുള്ളി എണീക്കുന്ന സമയത്തൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോകായിരുന്നു. ഒരു അസുഖമുള്ള അല്ലെങ്കിൽ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞൊരു വ്യക്തിയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു കൺസേൺ ഇവിടുത്തെ നിയമം പുള്ളിയോട് ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെ ഞാൻ പറയും. ബാക്കിയും കൂടെ കുറച്ചും കൂടെ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ആളുകൾ ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നൊരു ആരുമില്ലായിരുന്നു. സുധീരുന്ന ആരുണ്ടായിരുന്നില്ല. മുന്നേ ഉണ്ടായിരുന്നു. ഇല്ല, സുഹൃത്തുക്കളുണ്ടായിരുന്നു. ചോദ്യം കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കണം. ഉണ്ടാവേണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഒപ്പിടേണ്ട ആളുകൾ ഉണ്ടായിരുന്നില്ല, ഒപ്പിട്ടില്ല, പോട്ടേന്ന് വിചാരിച്ചു. അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വന്നത്. വീട്ടിൽ നിന്നും എല്ലാവരും വന്നിരുന്നു. ഇല്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് ഒപ്പിട്ടാണ്. ഒരു ഒപ്പ് പൊട്ടപ്പോ അതാ சொல்ல. ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും. പക്ഷേ ഇതിനേക്കാൾ തീവ്രമായ മേബി ഞാൻ സെലിബ്രിറ്റി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോ. അതെ, അങ്ങനെ തന്നെ പേടിച്ചിട്ട് ആരും ഒപ്പിട്ടു. അതെ. ബാലയുടെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖമായ സന്ദർഭം ഒരുപക്ഷെ മകളുടെ ഒരു ഞാൻ ദുഃഖത്തെ പറ്റി പേശും. അത് മകളെ ഇല്ല, ഞാൻ വാക്ക് കൊടുത്തിട്ട് എന്നെ ചോദ്യം തന്നെ. അല്ല, മകളുടെ ഒരു അച്ഛനെ കുറിച്ചൊരു മകൾ പറയേണ്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് കേൾക്കേണ്ടാത്ത കാര്യങ്ങളാണ് ഒരു അച്ഛൻ കേട്ടത്. അത് വേണ്ടിയിരുന്നില്ല. ഒരു പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വേദന അനുഭവിച്ചൊരു നിമിഷമായിരിക്കും അത് ബാലയുടെ കാര്യത്തിൽ. വാക്ക് കൊടുത്തിട്ട് അതിനെ കുറിച്ച് സംസാരിക്കില്ല. വളരെ നല്ല കാര്യം ബാലചേട്ടൻ ആ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാത്തത്. എന്റെ പൊന്നു ഇന്റർവ്യൂ ചേട്ടാ, ഈ ചോദ്യം വീണ്ടും ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അവിടെ നടക്കുന്നത്. കാരണം അത് കഴിഞ്ഞൊരു കേസാണ്. നിങ്ങൾക്കെതിരെ വേണമെങ്കിലും ബാലയ്ക്കെതിരെ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. കാരണം അദ്ദേഹം നിങ്ങൾ ചോദിച്ച ഉടനെ തന്നെ പറയുന്നുണ്ട് ഞാനതിനെപ്പറ്റി സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിക്കില്ല. നിങ്ങൾ എന്തിന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നു? വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് അതിനെ തോന്നി. അത് പോട്ടെ, പുള്ളി എന്തായാലും ബാലചേട്ടൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. വളരെ നല്ല കാര്യം. വീണ്ടും ഞാൻ പറയുന്നു, അത് നമ്മൾ ഒരാൾ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അതും പറയണമല്ലോ. പുള്ളി സംസാരിച്ചിട്ടില്ല, വളരെ നല്ല കാര്യം. എന്നാൽ മുന്നേ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് കേട്ടു. അദ്ദേഹം ആശുപത്രിയിൽ കിടന്ന സമയത്ത് ആരും ഒപ്പിട്ടില്ല, പുള്ളിയുടെ കൂടെ ഉണ്ടാവേണ്ട ആളുകൾ ഒപ്പിട്ടില്ല എന്നൊക്കെ പുള്ളി പറയുന്നത് കേട്ടു. ആരായിരുന്നു ചേട്ടാ നിങ്ങളുടെ കൂടെ ആ സമയത്ത് നിൽക്കേണ്ടത്? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ ആ സമയത്ത് എലിസബത്ത് ഉണ്ട്, നിങ്ങൾ വിവാഹിതരല്ല, ലിവിങ് ടുഗദർ ആയിരുന്നു. അവർ നിങ്ങളുടെ കൂടെ ഉണ്ട്, അവർക്ക് ഒപ്പിടാൻ പറ്റില്ല, കാരണം കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഒപ്പിടേണ്ടത് നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ പാരന്റ്സോ ആണ്. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളുടെ മുൻ ഭാര്യയും മകളും അല്ല വന്നിട്ട് ഒപ്പിടേണ്ടത്. നിങ്ങളുടെ മുൻ ഭാര്യ എന്തിനാണ് ഒപ്പിടേണ്ടത്? നിങ്ങൾ അവിടെ പറയാതെ പറഞ്ഞു പോയ ഒരു കുറ്റം അവർക്കെതിരെയാണ്. അവർ ഒപ്പിടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ നിങ്ങളുടെ ഭാര്യയെ തുടരുന്ന സമയത്ത് അവർ വന്ന് ഒപ്പിടണം. പക്ഷെ ഇപ്പം നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യയല്ല, എന്നിട്ട് പോലും അവർ നിങ്ങളെ ആശുപത്രിയിൽ വന്ന് കണ്ടു, മോൾ ഉൾപ്പെടെ. അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാതെ, അല്ലാതെ അവർ ഒപ്പിട്ടില്ല, അവരുടെ പേരോ അവരെയോ എടുത്ത് പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷൻ, എനിക്കത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഒപ്പിടേണ്ടവർ ഒപ്പിട്ടില്ല. ആരാണ് ഒപ്പിടേണ്ടത്? നിങ്ങളുടെ കുടുംബക്കാരാണ്, വേറെ ആരുമല്ല ഒപ്പിടേണ്ടത്. അതിനകത്ത് കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയി പോയൊക്കെ നിങ്ങളുടെ പഴയ വൈഫ് വന്നിട്ട് ഒപ്പിടേണ്ട കാര്യമൊന്നും ഇല്ല. അവർക്ക് അതിനകത്ത് റൈറ്റ് ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അവർക്ക് റൈറ്റ് ഇല്ല, കഴിഞ്ഞു പോയി അത്. പിന്നെ മകള് മൈനറാണ്, ആ കുട്ടിയാണ് ഒപ്പിടേണ്ടത്. പിന്നെ ഈ പറയാതെ മറ്റേ അവർക്കിട്ടൊരു കുത്തലുണ്ടല്ലോ, ടോട്ടലി ഈ ഒരു ഇന്റർവ്യൂലുണ്ട്. പക്ഷെ പുള്ളി ഡയറക്റ്റ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, വളരെ നല്ല കാര്യം. ഇൻഡയറക്റ്റ് ആയിട്ട് പോലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിങ്ങളൊരു ഇന്റർവ്യൂവിന് ഇനി പോയാൽ പോലും നിങ്ങളുടെ മുൻ കാലത്തെ പറ്റി, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ അമൃത അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടിയെ ഉൾപ്പെടെ, ആ കുട്ടിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി എല്ലാവരും അത് കേട്ടോണ്ടിരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നിയത് ഇതൊക്കെയായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് പോവാണ്. വേറൊന്നുമല്ല, എൻ്റെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു.
അത് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക്, തെറ്റ് പറ്റിയാൽ ഞാനാണെങ്കിലും തുറന്നു പറയണം, ഒരു മിസ്റ്റേക്ക് അതിനകത്ത് സംഭവിച്ചു. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞത് മാറിപ്പോയി. വലിയൊരു അലിഗേഷനാണ് ഞാൻ ഒരാൾക്കെതിരെ പറഞ്ഞത്, പക്ഷെ പേര് മാറിപ്പോയി. അത് എൻ്റെ അബദ്ധമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ വിത്തിൻ 1 hour ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ തെറ്റാണ്. ഞാൻ ആ വീഡിയോ പിന്നെ ഞാൻ ചെയ്തുമില്ല. കാരണം അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു, എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ എന്നിട്ട് പോയി കമന്റ് ബോക്സും അത് കൂടാതെ 1-2 സുഹൃത്തുക്കളെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് പേര് മാറിപ്പോയി, ഞാൻ പറഞ്ഞ പേര് മാറിപ്പോയി. വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പം തന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള പരിപാടികൾ ഇപ്പൊ ചാനൽ ഇത്തിരി ഡൗൺ ആയാൽ പോലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കളയണം, അല്ലെങ്കിൽ അതിനൊരു മാപ്പ് പറയണം എന്നുള്ളൊരു സാധനം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു ഇതേ കണക്ക് ഞാൻ പേര് പറഞ്ഞപ്പോൾ ആളിതല്ല ഉദ്ദേശിച്ചത്, പേര് പറഞ്ഞപ്പോൾ മാറിപ്പോയി. തെറ്റുകൾ പറ്റാലോ, എനിക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാനത് അപ്പം തന്നെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്യാണ്. തൊപ്പിയുടെ കേസിൽ ഓക്കെ, ഇന്നലത്തെ തൊപ്പിയുടെ വിഷയത്തിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകളെ കണ്ടു തുടങ്ങിയുള്ളായിരുന്നു. ഒന്ന് ഓടി വരുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു. തെറ്റ് പറ്റി കഴിഞ്ഞാൽ കളയണം, അതുകൊണ്ട് ഞാനത് കളഞ്ഞു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.